ഇപ്പോൾ 2018 PDN നടത്തി കൊടുത്തത് ആരായിരുന്നു? അല്ലല്ലേ, വയനാടും പ്രളയമൊക്കെ ദുരന്ത നിവാരണമല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഓരോ തവണ കത്തിൽ, പിന്നെ ആ കത്തിൽ PDN എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ശരി. PDN ഇപ്പോൾ 2018 എന്തിനാ കൊടുത്തതെന്ന് അല്ല, 2018 എന്തിനാ കൊടുത്തത്? 2018 എന്തിനാ കൊടുത്തത്? ആ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ 2013 ഒരു മുല്ലപ്പള്ളിയുടെ പാർലമെന്റിൽ കൊടുത്ത ഉത്തരം നിങ്ങളാരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ദേവി ചെയ്ത് വായിച്ചു നോക്കും. ഞാൻ വായിച്ചുതരാം, ഞാൻ അതും കൂടി വായിച്ചുതരാം. അല്ലാതെ തൊട്ടടുത്തിരിക്കുന്ന ആളെ അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. പറയുന്നില്ല, പിന്നെന്താ പറയുന്നത്? അതെ, തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? PDNA കിട്ടിയാൽ മാത്രമേ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്, അതാണ് PDNA. ഡിസാസ്റ്ററിന് ശേഷമുള്ള ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പഠനം അങ്ങനെ ഒരു സാധനം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്ന ഈ സാധനം അല്ല. അത് തന്നെ സംഭവം ശരി തന്നെ. അടിയന്തര ധനസഹായത്തിന് വേണ്ടിയാണല്ലോ 758 കോടി ഉള്ളത്. കൊടുക്കുന്നുണ്ട്. 2024 ഇത്രയും വർഷമല്ല, ഞാൻ വായിച്ചില്ലേ 24 വരെയുള്ള ഉത്തരത്തിൽ ഞാൻ പറഞ്ഞുതരാം മുഴുവൻ വായിച്ചാൽ ഞാൻ ഇതിൻ്റെ കോപ്പിയും തരാം. എല്ലാവർക്കും തരാം, എല്ലാ കോപ്പികളും നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം ഇതിൽ ഞാൻ അതും കൂടി പറയാം. അതായത് കേരളം 2019-20 ശേഷം പണം ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ്. 3 കോളമുണ്ട് ഇതിൽ. സോട്ട് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്, എമൗണ്ട് അപ്രൂവ്ഡ് ബൈ HLCs, എമൗണ്ട് റിലീസ്ഡ് ഫ്രം NDRF. 3 കോളമുണ്ട്. 2019-20 കേരളത്തിൻ്റെ റിക്വസ്റ്റ് ഉണ്ട്. കേരളത്തിൻ്റെ റിക്വസ്റ്റ് 1624 കോടി. ആ വർഷം 460 കോടി അനുവദിച്ചെങ്കിലും റിലീസ് ചെയ്തില്ല. 2020-21 കേരളത്തിൻ്റെ പേരില്ല. കേരളം റിക്വസ്റ്റ് ചെയ്തതായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടില്ല. 2021-22 വീണ്ടും കേരളത്തിൻ്റെ പേരില്ല. കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. 22-23 കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. 23-24 കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത്. വേറൊരു വാർത്ത ഞാൻ ഇടയ്ക്ക് വായിച്ചല്ലോ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അതിന് മുൻപത്തെ വർഷം അനുവദിച്ചതിൻ്റെ 50% ചെലവാക്കിയതിൻ്റെ കണക്കുകൾ. 788 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം. 388 കോടി ഉണ്ട് ഓൾറെഡി. അത് ഇരിക്കെ തന്നെയാണ് ഒരു കണക്കും ചോദിക്കാതെ 2 ഗഡു വീണ്ടും അനുവദിച്ചത്. 300 കോടി. കേന്ദ്ര സർക്കാർ ഇതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? അത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അതിനാണല്ലോ PDNA. എവിടെ എല്ലാവർക്കും അങ്ങനെ വയനാട് എന്ന് പ്രത്യേകം SDR അങ്ങനെ എവിടെയുള്ളതെന്നൊന്നും കാണിച്ചു. അതായത് SDRFലെ പണം
കേരളത്തിലെ ഓരോ താലൂക്കിനും വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റി വെച്ചതാണ്. അത് വയനാട്ടിൽ കൊടുക്കാൻ പറ്റൂല എന്നാണ്. ശരിയെന്ന്, നിങ്ങളുടെ കയ്യിൽ പണം ഇരിക്കുകയല്ലേ, അതവിടെ ചെലവാക്കിക്കൂടെ? എന്താ പരിമിതി? ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ എന്ത് കണക്കാ കൊടുത്തിരിക്കുന്നത് കേന്ദ്രത്തിന്? ഒന്ന് പറയും. അല്ലല്ല, അതിനാണ് ചോദ്യം. അത് കാണുന്നല്ലോ, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച്. അതെ, എന്താ പറഞ്ഞേ? പോയിട്ടുണ്ടോ വയനാട്ടിൽ? പോയിട്ടുണ്ടോ? അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. അല്ല, അങ്ങനെയല്ല, നാട് മുഴുവൻ ഒലിച്ചു പോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എൻ്റെ ഇത്. ആയിക്കോട്ടെ. അല്ലല്ല, നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. സാങ്കേതികത്വം അല്ല എൻ്റെ സുഹൃത്തെ, നിയമം, നാട്ടിലെ നിയമം. അതായത് പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു മിനിറ്റ് ഞാൻ വായിച്ചേക്കാം. ഞാൻ ഇത് കൂടി വായിച്ചേക്കാം. നിങ്ങൾ ഇതെല്ലാം വായിക്കണമല്ലോ, നിങ്ങളെല്ലാം മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ ഞാൻ പറയട്ടെ, ഞാൻ ഈ വായിക്കുന്നുണ്ടല്ലോ, ഈ കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്ന പോലെ പ്രസ്താവനയല്ല. ഞാൻ വായിക്കുന്നത് രേഖകളാണ്. ഏത് രേഖ? പാർലമെൻറ്റിലെ രേഖ. പാർലമെൻറ്റിൽ കള്ളം പറയാൻ പറ്റില്ല. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജാണ്. ഹൈക്കോടതിയിൽ കള്ളം പറഞ്ഞു വന്നിരിക്കട്ടെ, സംസ്ഥാന ഗവൺമെൻറ് പറയാം ഇത് കള്ളമാണ്. സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ഒക്ടോബർ മാസം 17-ാം തീയതി കൊടുത്ത ഇതിൽ PDNA കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ PDNA കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് എന്താ പറയാതിരുന്നെന്നാൽ?